ഫുൾ സ്പീഡ് വെച്ച കുടിക്കാം. ഓ എന്തിനാ കിട്ടിയെന്ന് എടാ. ഓ പുറപ്പെടുന്നേ ഓ ഇങ്ങനെ വണ്ടി എടുത്ത് ഓടിച്ച് ഇവിടെ നടന്ന് ഇങ്ങോട്ട് വന്നിട്ട് ചുമന്ന ഡ്രസ്സ് വിട്ട് നേരെ അങ്ങോട്ട് ഓടിപ്പോയി വണ്ടി എടുത്ത് വളച്ച് ഓടിക്കണം. അന്ന് എനിക്ക് ഒരു ഓക്കെ കുഴപ്പമില്ല, വണ്ടി ഓടിച്ചു പോയി. തിരിച്ച് ഗ്രൂപ്പിൽ മനസ്സിലായില്ലേ? ഇപ്പം കാണും എന്നെ മെക്ലാരിൻ. അവിടെ ഈ പരിപാടിക്ക് എടുക്കും കേട്ടോ. ഇവിടെ നിന്ന് ഫുൾ സ്പീഡ് വെച്ച് പിടിച്ച് അവിടെ അങ്ങ് ചാടാം. മനസ്സിലായില്ലേ? മെക്ലാരിനെ കൊണ്ട് ചാടാൻ പോവാണ് ചാറ്റെ. ഫുൾ സ്പീഡ് വെച്ച കുടിക്കാം. ഓ എന്തിനാ കിട്ടിയെന്ന് എടാ 50,000 രൂപ എത്ര കിട്ടിയെന്നാ എടാ? അൺഎക്സ്പെക്റ്റഡേ എടാ. നിങ്ങളിപ്പോൾ കണ്ടാ എടാ ഈ സംഭവം കിടിലായിട്ടില്ല എടാ. മെക്ലാരിനെ കൊണ്ട് വേണ്ട ഈ സാധനം കണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം, വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം ചാടി കടന്നിട്ടുണ്ടേ, ഇത്രയും വലിയ സാധനം ചാടി ഞാൻ കടന്നിട്ടുണ്ടേ ചാറ്റെ മെക്ലാരിനും കൊണ്ട്. ഇനി ഇവിടെ കയറാം ഒന്നുകൂടെ ട്രൈ ചെയ്തോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് പറ്റില്ല GTA ചാടുമല്ലോ നമ്മൾ വണ്ടിയും കൊണ്ട്, അതുപോലെ ഉണ്ട്. ഇവിടെ ഒറ്റ സ്ട്രൈറ്റ് കയറത്തില്ല. ചെറിയ വീട് സൈഡിലേക്ക് വീടും പിന്നെ പൊളഞ്ഞ ഉണ്ണയുണ്ട്, അതുകൊണ്ട് പറ്റില്ല. ഇനി അവിടെ നിന്ന് ഒന്നുകൂടെ വന്നങ്ങ് ചാടാടാ ചാറ്റെ, ഒന്നുകൂടെ വന്നങ്ങ് ചാടാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ചാട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ പറ്റില്ല. പിന്നെ GTA ഉണ്ടാ, നിങ്ങൾക്ക് അറിയാമല്ലോ GTA ഇങ്ങനെയല്ലേ മെയിനായിട്ട് ചാട്ടം. അതിന് എനിക്ക് ഒന്നുകൂടെ ചാടാം ചേട്ടൻ. കാര്യം പറയട്ടെ, ഒന്നുകൂടെ ചാടാൻ പോവാം ചേട്ടാ. ഒന്നുകൂടെ ചാടുവേ. ഓ ഉറപ്പെടുന്നേ കണ്ടാടാ. ഓ എടാ ലാൻഡിങ് എത്തി പഴച്ചോ ചേട്ടാ. കാര്യം പറയില്ല, അത് തല ഈ മറ്റേ വണ്ടിയുടെ ഫ്രണ്ട് മറ്റേ മുകളിലത്തെ ഭാഗം ഇടിച്ചാണ് വീണത്. ഞാനേ വണ്ടിയുടെ മോൾ ഭാഗം അല്ലാതെ മറ്റേ കറക്റ്റ് വണ്ടി നിൽക്കുമല്ല, അതേപോലെ ഒന്ന് നിർത്താൻ നോക്കാം കേട്ടാ. അതേപോലെ ഒന്ന് നിർത്താൻ നോക്കാമേ. ട്രൈ ചെയ്ത് നോക്കുവാണ്. പറ്റൂ ഇല്ല എന്ന് പറഞ്ഞോളാം. ട്രൈ ചെയ്യാം. വണ്ടി എന്തായാലും കുറച്ച് പണിയാവും, എന്നാലും അത് കുഴപ്പമില്ല. ഇതൊക്കെ എല്ലാം ചേട്ടൻ എൻജോയ് ചെയ്തിട്ട് നോക്കാടാ. ഇത് ഞാൻ ചെയ്ത് നോക്കാം. ഓ ഇനി നേരെ വച്ചങ്ങ് പിടിക്കാം ചേട്ടാ. വച്ചങ്ങ് പിടിക്കാം എടാ. ഇഞ്ചിർ ഇട്ട് നോക്കാം എടാ. ഇവിടെ ഇടിച്ച് നിന്നാണ് അതാണ്. അപ്പോൾ ആദ്യം വെച്ച് ഇടാൻ നിന്നാൽ ചിലപ്പോൾ വണ്ടിയുടെ കൺട്രോളും ചിലപ്പോൾ പോയാലോ. ഓക്കെ ഇഞ്ചിർ ഇടട്ടെ എടാ. ഇഞ്ചിർ ഇട്ട് ചാടിയില്ലടാ എടാ. 6 ഇട്ട് ചാടി നോക്കാം എടാ. ഓരോന്നിട്ട് ചാടി നോക്കാം. എന്ത് പറയണ്? ആദ്യം 6 ഇട്ടൊന്ന് ചാടി നോക്കിയാലേ. അതിന് സ്ട്രെയിറ്റ് കൊണ്ട് നിർത്തണോടാ ചേട്ടാ. അത് നിങ്ങൾക്ക് കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് നിർത്തണം, ഇല്ലെങ്കിൽ അത് സത്യം പറയല്ല ഒന്നും അറിയാനും കാണാനും പറ്റില്ല. ഓക്കെ ഇപ്പോൾ സ്ട്രെയിറ്റ് ആ ഒരു പൊസിഷനല്ലേ. ഇനി 6 ഇടാം ചാറ്റെ. ചാടാൻ പോവോടാ ചാറ്റെ. കണ്ണ് തുറന്ന് വെച്ച് കണ്ടോടാ ചാറ്റെ. ചാടാൻ പോവും. ഓ എടാ വണ്ടി ഇടിച്ച് ചെറുതായിട്ട് മറിഞ്ഞ്. പക്ഷേ ചാട്ടം ഭയങ്കര ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ല. ഭയങ്കര ക്വാളിറ്റി തന്നെ നീയൊക്കെ കണ്ടല്ലടാ. നല്ല വ്യക്തമായിട്ട് തന്നെ നീയൊക്കെ കണ്ണ് തുറന്ന് വെച്ച് തന്നെ കണ്ടല്ലടാ. ഇതാണ്ടാ. അത് കൊള്ളായിരുന്നു കേട്ടോ. നല്ല പക്ക ഒരു ലോങ് വ്യൂവിന് ആ സാധനം കിട്ടി. ഒരു ലോങ് വ്യൂ ഉണ്ടല്ല, അതിന് പക്കയായിട്ട് കിട്ടിയടാ ചേട്ടാ. കള്ളം പറയണം എനിക്ക്. ഇനി ഇൻറ്റീരിയർ ഇട്ടൊന്ന് ചാടണം. അങ്ങ് പോട്ടെ. ഇത്രയും നാളായിട്ട് ഇത് ഞാൻ മിസ് ചെയ്തത് ഞാൻ സത്യം പറയില്ല. ഇത്രയും മാസങ്ങളായി ഇത് ഞാൻ മിസ് ചെയ്ത് ചാറ്റെ. ഇതിപ്പോഴാണ് ചെയ്യണം. അത് കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും ചെയ്യാനുണ്ടല്ലോ, അന്നല്ലേ. ഇൻറ്റീരിയർ ഇടട്ടെ. ആദ്യം റിവേഴ്സ് വന്നിട്ട് ഇൻറ്റീരിയർ സെറ്റ്. ഇൻറ്റീരിയർ ഇട്ട് ഓക്കെ. പുറപ്പെടുന്നേ ഓ ചാറ്റേ. ഇത് കണ്ടാടാ. തല വണ്ടി ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത് കണ്ട. അതെന്ത് പക്ക ഇതടാ ചാറ്റെ. ഇതാണ് ചാറ്റെ മൊമെൻറ്റ്. ഇതാടാ കറക്റ്റ് മൊമെൻറ്റ്. ഇങ്ങനെയൊക്കെ ഇത്രയും നല്ല മൊമെൻറ്റ് വേറെ ആരെങ്കിലും CPM ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോടാ? ഞാൻ വണ്ടിയും കൊണ്ട് ഇങ്ങനെ തിരിച്ച് തല കറങ്ങി വണ്ടി വന്ന സമയത്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് താഴോട്ട് നോക്കിയപ്പോൾ കറക്റ്റ് എനിക്ക് കാണാൻ പറ്റി. കറക്റ്റ് എൻ്റെ തൊട്ട് താഴോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഇതാണ്.
അതൊക്കെ എൻ്റെ പൊന്നോ എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും ഡബ്ല്യു എന്ന് വെച്ചാൽ ഡബ്ല്യു. എടാ ഇതാണടാ മൊമെൻറ്റ്, ഇതാണ്. എടാ CPM ഇത്രയും കിഡിലുമായിട്ട് ഈ ഒരു സംഭവം ചെയ്ത് വേറെ ആരെങ്കിലും ഉണ്ടോടാ? ഉണ്ടെങ്കിൽ പറടാ, ഉണ്ടെങ്കിൽ പറ. അവൻ്റെ വീഡിയോ ഞാൻ ഇപ്പം എടുത്ത് നോക്കാം, ഇപ്പം ലൈവ് എടുത്ത് നോക്കാം. കാര്യമായിട്ടാണ് പറയണം. എടാ അടുത്ത നിൽക്കേ അങ്ങോട്ട് പോട്ടെ. എടാ ഈ ചാട്ടൻ എനിക്ക് ചാടിക്കോട്ടിരിക്കാൻ തോന്നുന്നു. കാര്യം പറയല്ല, ഒരു പെർഫെക്റ്റ് ലാൻഡിങ്ങിന് ട്രൈ ചെയ്താലേ ചാറ്റേ, ഒരു പെർഫെക്റ്റോ ലാൻഡിങ്. ഓ ഞാൻ ഇനി എത്തിപ്പോയി. നീ ഇവിടെ നിന്ന് അങ്ങോട്ട് വളച്ചെടുക്കണം ഒട്ടയ്ക്ക്. ഇടിച്ച് റിവേഴ്സ്. എടാ വണ്ടി ചെറുതായിട്ട് പണിയായിട്ടുണ്ട്. ആ ചാട്ടം ചാടുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞതാണ്. കോച്ചല്ലേ എടാ എന്ത് ലൊട്ടാ. അങ്ങോട്ട് പോവാ. ഓക്കെ 4 ഇട്ടോക്കട്ടെ. 4 വെറ്റിക്കൂടെ ഒരു വൈഡ് വ്യൂ കിട്ടും. പക്ഷെ കൺട്രോളിങ് വലത്തോട്ട് എടുത്തോട്ട് തിരിഞ്ഞു പോകണം എൻ്റെ അവരുന്നുണ്ടാകുന്നതോ അത് നോക്കാം. മെക്ലാരനും കൊണ്ട് ചാടിയേക്കോണ്. ഓ ജസ്റ്റ് മിസ്സേ ബ്രോ. ദിസ് ഈസ് മൊമെൻറ്റോ ബ്രോ. മൊമെൻറ്റോ അല്ല മൊമെൻറ്റ് ബ്രോ. ജമ്പിങ് മൊമെൻറ്റ്. ഓക്കെ ശരി, ഇതാണ് ഞാൻ കാര്യം പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചു വെച്ചാലേ ഇവിടെ ഒന്ന് കയറാതെ ഭയങ്കര പാടായിരുന്നു ചോദിച്ചത്. പക്ഷേ 10 സെക്കൻഡത്തെ കാര്യം ഉള്ളായിരുന്നു. അപ്പോഴാണ് ജസ്റ്റ് ഒന്നിങ്ങനെ ചാടാമെന്ന് വിചാരിച്ച് വന്നത്. അത് ഇത്രയും ഐക്കോണിക് സാധനമാണെന്ന് വിചാരിച്ചത്. കാര്യം പറയല്ല. അടാ ഇതിന് മുന്നേ ആരെങ്കിലും മെക്ലാരനും കൊണ്ട് ഇതേപോലെ ചാടിയിട്ടുണ്ടോ? ഇത്രയും ടോപ്പ് ചാടിയിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞോടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ വീഡിയോ കാണില്ല. നിങ്ങൾ പറയട്ടാ. എടാ 5 ഇട്ടോ ചാടി വെക്കാമേ. 4 ഇട്ട് ചാടി, 6 ഇട്ട് ചാടി, 1 ഇട്ട് ചാടി, 2 ഇട്ട് ചാടി. ഇനി 3ഉം 5ഉം ഇട്ട് ചാടാനേ ഉള്ളൂ. 5 ഇട്ട് ചാടാൻ പോകണം. ഓ ആ ഒരു ടോപ്പ് തട്ടിയാണ് വീണ. പക്ഷെ എന്നാലും സ്റ്റിൽ കൊള്ളാം ചേട്ടാ. കാര്യം പറയല്ലേ. വണ്ടി വേഗിലോട്ട് പോവാ. ഇങ്ങോട്ട് കയറ്റണേലൊരു കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. കാരണം ഇവിടെ ഇത്തിരി വളഞ്ഞ കുണ്ണയാണ്. കുറച്ചുകൂടെ പോയിട്ട് കാരണം അത് നടക്കും. അവിടെ സ്റ്റക്കായ പിന്നെ അത് ഗ്ലിച്ചടിച്ച് ബഗ്ഗായി കുണ്ണയായി ഉള്ളി ഒരു ഡിസപ്പോയിൻമെൻറ്റ് കുണ്ണയാവും. ഓ ചേട്ടൻ കാര്യം പറയാല്ല. ഇതാണ് ചാറ്റ് ചാട്ടം. നീ കണ്ടടയുടെ എനിക്ക് സത്യം പറയാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന് പറഞ്ഞതിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇത് GTA മറ്റേ വണ്ടിയെ കൊണ്ട് നമ്മളിങ്ങനെ ചാടൂല അതേപോലെ. പ്രത്യേകിച്ച് എൻ്റെ മെക്ലാരനും കൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ചാടുമ്പോഴേ എനിക്കൊരു ഡബ്ല്യു ഫീലായി ചേട്ടൻ. എടാ 3 ഇട്ടുകൂടെ ഒന്ന് ചാടാം. എടാ എനിക്ക് ഇതിന് ശേഷം ഇൻറ്റീരിയർ ഇട്ടുകൂടെ ഒന്ന് ചാടണം. ഇൻറ്റീരിയർ ഇട്ട് ചാടിയപ്പോൾ ഭയങ്കര ഇൻറ്റീരിയർ ഇട്ടും 6 ഇട്ടൊക്കെ ഒന്നുകൂടെ ചാടണം. ഉറപ്പിടുന്നേ. വഴി മാറിപ്പോയി. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ? അന്ന് ഞാൻ ഉണ്ടല്ലോ ഇവിടെയാണെന്നാണ് തോന്നുന്നത്. ഞാൻ CPM ഫസ്റ്റ് ടൈം എടുത്ത ഒരു സമയമുണ്ട്. അന്ന് നമുക്കൊരു ഗ്രൂപ്പുണ്ട്. ഞാനും ക്യാപ്റ്റൻ കുണ്ണയും പിന്നെ കാട്ടറബിയും പിന്നെ കെൻസോയുള്ളൊരു ഗ്രൂപ്പുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ മറ്റേ കാർ മറ്റേ നേരത്തെ ഓഫ് റോഡ് ഒരു കാറുണ്ടല്ലോ, അന്നത് ഫുള്ള് ചോപ്പൊക്കെ ആയിരുന്നു. അതും അടിച്ച് വെറും അന്നൊന്നുമില്ല. ഡേ വൺ അന്ന് ഞാൻ കാറും കൊണ്ട് ഇങ്ങോട്ട് ഇതേപോലെ ഇവിടെ വന്ന് നിന്നിട്ട് ജസ്റ്റ് ഞാൻ ഗെയിം എടുത്തെന്ന് അവന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, എടാ നിങ്ങളോട് എടുക്കാം ഈ ഞാൻ ഗെയിമൊന്നും എടുക്കില്ല, എടുത്തെന്ന് കാണിച്ചാൽ അവന്മാരൊക്കെ എടുക്കും. മനസ്സിലായില്ലേ? ഇല്ല എടുത്തെന്ന് പറഞ്ഞാൽ അവന്മാരൊന്നും എടുക്കൂല. പ്രത്യേകിച്ച് അറബിയൊന്നും കേൾക്കുമല്ലോ ഇല്ല. അവനക്ക് തെളിവുണ്ടെങ്കിലേ വിശ്വസിക്കുമല്ലോ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ ഇട്ട് ഇങ്ങനെ വണ്ടിയോ എടുത്ത് ഓടിച്ച് ഇവിടെ നടന്ന് ഇങ്ങോട്ട് വന്നിട്ട് ചുമന്ന ഡ്രസ്സ് ഇട്ട് നേരെ അങ്ങോട്ട് ഓടിപ്പോയി വണ്ടി എടുത്ത് വളച്ച് ഓടിക്കണം. അന്ന് എനിക്ക് ഒരു ഓക്കെ കുഴപ്പമില്ല, വണ്ടി ഓടിച്ച് പോയി. അന്ന് ഇതാ കണ്ടിട്ട് ക്യാപ്റ്റൻ കുണ്ണയൊക്കെ ചിരിച്ച് ഗ്രൂപ്പിൽ. മനസ്സിലായില്ലേ? ഇപ്പം കാണും എന്നെ മെക്ലാരിൻ
ഹാർഡ് വർക്കിൻ്റെ ഫലം. അതേ മെക്ലാരനെ കൊണ്ട് ഞാൻ ഇതേ സ്ഥലത്തൂടെ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടാടാ നീയൊക്കെ ഇത്? കാണുന്നുണ്ടാ കാര്യം പറയല ചാറ്റേ. ഇനി അങ്ങോട്ട് പോയിട്ട് ഇൻറ്റീരിയർ ഇട്ട് എനിക്ക് ചാടണം ചേട്ടാ. ഇൻറ്റീരിയർ ഇട്ട് എനിക്ക് ചാടണം. ഇൻറ്റീരിയർ ചാറ്റ്, ഇൻറ്റീരിയർ. ഓക്കെ, ഇൻറ്റീരിയർ ഇട്ടെ. റോഡ് ക്ലോസ് ഇടുന്നാ. എവിടെയാടാ റോഡ് നിൻ്റെ ഉണ്ണേ? ഇവിടെ റോഡൊന്നും ഇല്ലല്ലോ. ചാടാടാ ചാറ്റേ. ഇൻറ്റീരിയർ ചാട്ടം ചാറ്റേ. ഇൻറ്റീരിയർ ചാട്ടം ചാറ്റേ. ഇൻറ്റീരിയർ ചാട്ടം. ഇൻറ്റീരിയർ ജമ്പ്. ഓ ഇവിടെ അത് ഇത്തിരി ഫെയിലായെന്ന് സംശയം. കാരണം ഇത്തിരി വലത്തോട്ട് ചരിഞ്ഞു പോയി. ഒരു പോയ പോലെ ഒരു വലത്തോട്ട് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു പോയി. ഇത് നല്ല കല്ലൊക്കെ തട്ടിക്കൊള്ളാം. ഇതുവഴി കയറാൻ നോക്കാം. സ്റ്റക്കാവല്ലേ? സ്റ്റക്കും പുണ്ണേ ആയിക്കോളും പുണ്ണ. എനിക്കിനി ആറിട്ടൊന്ന് ചാടണം. ആറിട്ട് എനിക്ക് ഒന്നുകൂടെ ഇടാ. നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ വീണ്ടും ചാടിക്കൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലടാ. ഞാൻ കാര്യം പറയില്ല, അതൊരു ഫീലാണ്ട്രാ. കാര്യം നീയൊക്കെ കളിക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലാവടാ. നിനക്ക് കളിക്കാൻ വേണ്ടി മനസ്സിലാവും. മെക്ലാൻ ഇതേപോലെ ചാടണോടാ. അപ്പം നിനക്കൊക്കെ മനസ്സിലാവും. എനിക്ക് ഒന്നുകൂടെ മുലയാടി ബെഞ്ച്. എൻ്റെ കാര്യം പറയല്ലേ. എനിക്ക് സിക്സ് കിട്ട്. ഓക്കെ, 6 ഡൈനാമിക് വ്യൂ ചാറ്റേ. ഡൈനാമിക് വ്യൂ. വണ്ടി ഇടിച്ച് മറിഞ്ഞ്. ഇനി ഇത് കേട്ട് കുണ്ണന്തരിലേക്ക് തട്ടി. എടാ ഇതെന്തൊരു സാധനം? റിവേഴ്സ് എടുക്കാതെ അത് പറ്റില്ല. വെള്ളം ചീറ്റണ കുണ്ണയില്ലേ? അവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു. സിറ്റിയിൽ മൊത്തം ദാരിദ്ര്യം തന്നെ ചാറ്റേ. ഇവിടെ ലാസ്റ്റായിട്ട് ഒരു കണക്കൂടെ ചാടാൻ ചാറ്റേ. എനിക്ക് ഇൻറ്റീരിയർ ഇട്ടൊന്ന് ചാടണം. അവിടെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നീയൊക്കെ വച്ചിട്ട് പോ. ഞാൻ എന്തായാലും ഒന്നുകൂടെ ചാടും. എനിക്കത് ചാടണോടാ. എനിക്കത് അത്രയ്ക്ക് അത് ഇതായിപ്പോയി. ഇഷ്ടം വന്നുകൊണ്ടാണ് ഇത്രയും ചാടണം. ഇത്രയും ഞാൻ വേറെ ഒന്നും ജമ്പിലൊന്നും ഉണ്ണാന്ന് പറഞ്ഞ് ജമ്പ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ. അതുകൊണ്ട് ഞാൻ ചാടുവാണ്. നിനക്ക് കാണാൻ പറ്റുമോ നീ കാണ്. അല്ലെങ്കിൽ നീയൊക്കെ വച്ചിട്ട് പോകും. ഇത്രയേ ഉള്ളൂ. എന്തായാലും അങ്ങത്തോട്ട് ഉറപ്പെടുന്നേ. കാണടാ നീക്ക കാണ്. മനസ്സിലായില്ലേ? പെണ്ണും കുണ്ണേം തുറന്നു വെച്ച് കാണും. എടാ കാര്യം പറയാല്ല. ഡബ്ല്യു മൊമെൻറ്റ് ഈ ഒരു ഇടത്ത് എനിക്ക് ഇത്രയും ഡബ്ല്യു മൊമെൻറ്റ് വന്നിട്ടില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡബ്ല്യു മൊമെൻറ്റ് ചാറ്റേ. സീരിയസ്ലി ബ്രോ. എടാ ഇതിന് ഇടയ്ക്ക് എനിക്ക് എന്താ പൈസ പറ്റിയാണ് കിട്ടിയത്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നേ. ഫുള്ളി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നേ. 4,65,000 രൂപയാണ് കിട്ടിയിട്ടുണ്ട്. അതെന്തോ എനിക്ക് അറിഞ്ഞൂടാ. കോയിൻ എത്ര കോയിൻ ഒന്നുമില്ല, വ്യത്യാസമില്ല. 75 കോയിൻ. കണ്ടല്ല, കണ്ണ് തുറന്ന് തന്നെ നീ കണ്ടല്ല. അത് മതിയടാ, അത് മതി. എന്തിന് ഗെയിം ഓഫ് ത്രോൺസാ? ഗെയിം ഓഫ് ഡ്രോൺസ് അതർ ഓഫ് ഡ്രാഗൺ ഡ്യൂലക്സ് ഗെയിം മറ്റ് ലിങ്കിൻ വാർക്ക. എന്ത് കുണ്ണ?
വണ്ടി ഒന്ന് എടാ ഇനി വണ്ടി ഒന്ന് മറ്റേ കഴുകി റിപ്പയറോടെ ചെയ്തിട്ട് ഇറങ്ങാടാ. വണ്ടി ഒന്ന് കഴുകി റിപ്പയറോടെ ചെയ്തിട്ട് ഇറങ്ങാമേ. അവിടെ എന്തെങ്കിലും ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സാമാൻ കണ്ടോടെ അങ്ങോട്ട് പോയത്. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പോലെയാണ് തോന്നിയ. ഉറപ്പിടുന്നേ റിപ്പയർ ചെയ്യാടാ ചാറ്റ്. റിപ്പയർ ചെയ്ത് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം. ടയറും കൂടെ ചെയ്യാം. ടയർ ഉണ്ണ അതിലെ ഇതെന്ത് ലൊട്ട ഇടിക്കാതെ നിങ്ങൾ ചെയ്തിട്ട് പോകുന്ന ചോദിച്ചാൽ സമ്മതിക്കല്ലേ. 3000 രൂപ ആയിട്ടുണ്ട് ടയറിൻ്റെ സംഭവം ചെയ്തതിന്. എന്നാലും കുഴപ്പമില്ല, റിപ്പയറോടെ ചെയ്തിട്ടുണ്ട്. ഇനി കഴുകിയിട്ട് അങ്ങ് ഇറങ്ങാം. എടാ ആ ചെറിയ തട്ടണേ, വലിയ സീനൊന്നുമില്ല. തുറക്ക്. കാർ ക്ലീനാ. അത്രയും ഇതായിട്ട് മണ്ണിലും പൊടിയും അവിടെ ചെടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, എന്നിട്ടും കാറ് സീനായില്ലല്ലേ. അത് കൊള്ളാമല്ലോ. അവിടെ എന്തുകൊണ്ട ഓക്കെ സെറ്റായിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടാ. ഇവിടെ കണ്ടല്ല, വണ്ടിക്ക് ഇപ്പോൾ റിപ്പയർ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. വണ്ടിക്ക് ഒരു സീനുമില്ല.